ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കരുത്തരായ പോർച്ചുഗലിനും തുടക്കം പിഴച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ ദുർബലരോട് വിജയിക്കാനാവാതെ പോർച്ചുഗൽ മടങ്ങിയിരിക്കുന്നു. അതായത് 1-1 ഒരു സമനിലയാണ് DR കോങ്കോയോട് പോർച്ചുഗലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. പോർച്ചുഗലിനെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് കോങ്കോ നടത്തിയിട്ടുള്ളത്. പലപ്പോഴും പോർച്ചുഗലിനെ വിറപ്പിക്കാൻ കോങ്കോക്ക് സാധിച്ചിരുന്നു. ആരാധകർ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ പോർച്ചുഗലിന് സാധിച്ചില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സൂപ്പർ താരങ്ങൾ എല്ലാവരും ഇറങ്ങിയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗൽ ഗോൾ നേടി. 6-ാമത്തെ മിനിറ്റിൽ ജാവോ നെവസ് ആണ് ഗോൾ നേടിയത്. പെഡ്രോ നെറ്റോയുടെ ക്രോസ് വരുന്നു. ജാവോ നെവസ് അത് ഹെഡറിലൂടെ ഗോളാക്കി മാറ്റുന്നു. പക്ഷെ പിന്നീട് ആദ്യ പകുതിയുടെ ഏറ്റവും അവസാനത്തിൽ യോനെ വിസയുടെ ഗോൾ കോങ്കോക്ക് സമനില നേടിക്കൊടുത്തു. അതായത് ആർദറിന്റെ ഒരു ക്രോസിൽ നിന്നും ഒരു ഹെഡർ ഗോളാണ് വിസ നേടിയിട്ടുള്ളത്. അതോടുകൂടി ആദ്യ പകുതി അവസാനിച്ചു. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി പിരിയുകയായിരുന്നു. രണ്ടാം പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പലപ്പോഴും കൗണ്ടർ അറ്റാക്കുകളിലൂടെ പോർച്ചുഗലിനെ വിറപ്പിക്കാൻ കോങ്കോക്ക് സാധിച്ചിരുന്നു. 1-2 അവസരങ്ങൾ കോങ്കോ പാഴാക്കുകയും ചെയ്തു. അതല്ലായിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ലഭിച്ച അവസരങ്ങൾ അദ്ദേഹം പാഴാക്കുകയും ചെയ്തു. മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മത്സരത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ പോർച്ചുഗലിനേക്കാൾ കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തത് കോങ്കോയാണ്. അതായത് 8 ഷോട്ടുകൾ അവർ ഉതിർത്തു. അതുപോലെ തന്നെ ടാർഗറ്റിലേക്ക് 2 ഷോട്ടുകൾ അവർ ഉതിർത്തു. പോർച്ചുഗലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 ഷോട്ടുകൾ മാത്രമാണ് കോങ്കോക്കെതിരെ അവർ ഉതിർത്തിട്ടുള്ളത്. ടാർഗറ്റിലേക്ക് 1 ഷോട്ട് മാത്രം. അതായത് 2 കണക്കുകളിലും ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം അവിടെ കോങ്കോക്കുണ്ട് എന്നുള്ളതാണ്. XG-യുടെ കാര്യത്തിലും കോങ്കോ തന്നെയാണ് മുന്നിട്ട് നിന്നത്. അങ്ങനെ ആദ്യ മത്സരത്തിൽ പോർച്ചുഗലിനെ വിറപ്പിക്കാൻ കോങ്കോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് ഈ ടീം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.